Morning students, we are moving on to the last module of quantitative techniques for business 2. In the first semester, this is our last module. This deals with probability. So before going to start with the concepts of probability, we have to understand what is permutation and what is combination. So these are the basics that gives an insight into the concept of probability. So today we are dealing with permutation concepts. So, you might have already studied about permutation in your plus 2 classes, and this permutation refers to different arrangement of objects in a set. So, in a set of objects, how we can arrange that things. Okay. So, it's an orderly arrangement of objects in a definite order with reference to its placement. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു രണ്ട് ബുക്കുണ്ടെന്ന് വിചാരിക്കുക, ബുക്ക് എ ആൻഡ് ബുക്ക് ബി. നമുക്കത് എ ബി എന്നുള്ള ഓർഡറിൽ വേണമെങ്കിലും വയ്ക്കാം, അല്ലെങ്കിൽ ബി എ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ഏതൊക്കെ തരത്തിൽ എത്രയൊക്കെ നമ്പർ ഓഫ് ടൈംസിൽ നമുക്ക് ആ ഒരു ഒബ്ജക്ട്സിനെ, നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പെർമ്യൂട്ടേഷനിൽ പറയുക. ഇഫ് വി ഹാവ് 3 ബുക്സ്, ഫോർ എക്സാമ്പിൾ എ ബി ആൻഡ് സി, ദാറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 6 ഡിഫറെൻറ്റ് വേസ്. 6 തരത്തിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളത് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, എ ബി സി, എ സി ബി, ബി എ സി, ബി സി എ, സി എ ബി ആൻഡ് സി ബി എ. സോ 6 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഈ 3 ബുക്കുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് എ n number of objects, that is called permutation. I hope it is clear. Permutation refers to the different ways in which a number of objects can be arranged in a definite order. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ഏതൊക്കെ തരത്തിൽ, എത്ര നമ്പർ ഓഫ് തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എയും ബിയും ഉള്ളപ്പം എ ആദ്യം ബി രണ്ടാമത്. രണ്ടാമത്തെ കേസിലും എയും ബിയും തന്നെയാണ്, പക്ഷേ ആദ്യം നമ്മൾ ഏതാ വയ്ക്കുക, ബി ആദ്യം എ രണ്ടാമത്. സോ അവിടെ ആ അറേഞ്ച്മെൻറ്റ്, ആ ഓർഡറിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ. സോ പെർമ്യൂട്ടേഷൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, എ പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം. നമ്മൾ കയ്യിൽ n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ 6 എണ്ണം. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 3 ബുക്ക് ഉണ്ടെങ്കിൽ 2 ബുക്ക് വീതമായിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം. ഓക്കെ. അപ്പോൾ ആ 10 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ 10 ആകാം, 9 ആകാം, 8 എണ്ണം എടുത്തിട്ടാകാം, 7 എണ്ണം എടുത്തിട്ടാകാം. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഒബ്ജക്ട്സ് നമ്മൾ എടുക്കുന്നു അതാണ് 6. എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് NPR എന്നാണ്. എന്നും പിയും 6 സ്മോൾ ലെറ്റർ ആണ്. N സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടും 6 സബ്സ്ക്രിപ്റ്റ് ആയിട്ടുമാണ് എഴുതുക. സോ NPR എന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഓൺലി R ഒബ്ജക്ട്സ് ഔട്ട് ഓഫ് ദ N ഒബ്ജക്ട്സ്. And that means NBR is the number of arrangements of R objects taken from a set of N objects. N objects ഉള്ള ഒരു സെറ്റിൽ നിന്ന് R ഒബ്ജക്ട്സ് ഒരു സമയത്ത് എടുത്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ NPR എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് N ഒബ്ജക്ട്സ് ടേക്കൺ R അറ്റ് എ ടൈം ഈസ് ഗിവൺ ബൈ ദ ഫോർമുല NPR ഈസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ. പെർമ്യൂട്ടേഷൻ്റെ നോർമലായിട്ടുള്ള ഫോർമുല എന്താണ്? NPR ഈസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ. ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് ആക്ച്വലി അത് ഡിനോട്ട് ചെയ്യുക. അപ്പം 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് ഫാക്ടോറിയൽ കൺസെപ്റ്റ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല എന്താണ്? NPR ഈസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ. ഇപ്പോൾ ഇവിടെ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ്. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ഫ്രം ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. ആ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൽ നമ്മൾ ഒരു സമയത്ത് എടുക്കുന്ന നമ്പർ ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ R എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് നോക്കാം പെർമ്യൂട്ടേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. Each of the arrangements which can be made by taking some or all of a number of things is called permutation. അപ്പോൾ നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പെർമ്യൂട്ടേഷനിൽ പറയുക. ഒന്നുകിൽ നമുക്ക് അതിനകത്തുള്ള എല്ലാ ഒബ്ജക്ട്സും എടുക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഒബ്ജക്ട്സ് മാത്രം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ എത്ര ഒബ്ജക്ട്സ് എടുക്കുന്നോ അതിനെ നമ്മൾ R എന്ന് പറയുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദർ ആർ 3 ഒബ്ജക്ട്സ്, N 3 ആണെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ 2 എണ്ണം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ R എന്ന് പറയുന്നത് 2 ആണ്. N 3ഉം R 2ഉമാണ്. അപ്പോൾ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? NBR ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയലാണ്. N ഈസ് 3 ആൻഡ് R ഈസ് 2. സോ 3P2 എന്ന് പറയും. 3P2 ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ. ദാറ്റ്സ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്.
1 ഫാക്ടോറിയൽ തന്നെ 1 ഇൻറ്റു നമുക്കൊന്നും ചെയ്യാനില്ല. സോ 1 ഫാക്ടോറിയൽ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. സോ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 3 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മൾ 3 ഒബ്ജക്ട്സിൽ നിന്ന് 2 ഒബ്ജക്ട്സ് എടുത്തിട്ടുള്ള നമ്മുടെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6. സോ ആ 6 അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരും? 2 നമ്മൾ എടുക്കുന്നുള്ളൂ. എയും ബിയും ആകാം, ബിയും എയും ആകാം, എയും സിയും ആകാം, സിയും എയും ആകാം, ബിയും സിയും ആകാം, സിയും ബിയും ആകാം. ഇതാണ് 6 പെർമ്യൂട്ടേഷൻസ്. സോ ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 3 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം ഈസ് കോൾഡ് ഈസ് 6. ഓക്കെ, അപ്പോൾ 3 ഒബ്ജക്ട്സിൽ നിന്ന് 2 ഒബ്ജക്ട്സ് നമ്മൾ എടുത്തിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഇൻ പെർമ്യൂട്ടേഷൻസ് ദ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. വെൻ ദ ഓർഡർ ഈസ് ചേഞ്ച്ഡ് എ ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻ ഈസ് ഒബ്റ്റൈൻഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും സെയിം ഒബ്ജക്ട്സ് ആണെങ്കിലും അതിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓർഡർ മാറുമ്പോഴത്തേക്ക് അത് നമ്മൾ അടുത്ത ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് ഇസ് അനദർ നമ്പർ. ഓക്കെ, എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും സെയിം ഒബ്ജക്ട്സ് ആണെങ്കിലും അതിനെ രണ്ടായിട്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷനിൽ കൺസിഡർ ചെയ്യുക. കാരണം ഓർഡറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ദെൻ ഫാക്ടോറിയൽ നൊട്ടേഷൻ. ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് കോൾഡ് ഫാക്ടോറിയൽ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ, അതായത് 1, 2, 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്, പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഫാക്ടോറിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. n ഫാക്ടോറിയൽ അത് വായിക്കുന്നത് എങ്ങനെയാണ്? n ഫാക്ടോറിയൽ. അപ്പം n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 0 ഫാക്ടോറിയലും 1 ആണ്, 1 ഫാക്ടോറിയലും 1 ആണ്. അതാണ് ഫാക്ടോറിയലിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. 1 ഫാക്ടോറിയലും 0 ഫാക്ടോറിയലും എപ്പോഴും ആൻസർ എത്രയാണ്? 1 തന്നെയാണ്. ഇനി നമ്മുടെ ഒരു കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ റൂളായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, നോക്കാം. ദ ഫണ്ടമെൻ്റൽ റൂൾ ഓഫ് കൗണ്ടിങ് ഈസ് ദാറ്റ് ഇഫ് ആൻ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ m ways and having been performed in one of these ways and a second operation can be performed in n ways, the total number of ways of performing the two operations together is m into n ways. For example പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് m തരത്തിൽ ചെയ്യാം, വേറെ കുറച്ച് കാര്യങ്ങൾ n തരത്തിലും ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് അഡീഷൻ അല്ല, മറിച്ച് മൾട്ടിപ്ലിക്കേഷനാണ്. പെർമ്യൂട്ടേഷനിൽ നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ m വേസിലും n വേസിലും ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ദാറ്റ് ക്യാൻ ബി ഡൺ എന്ന് പറയുന്നത് m ഇൻറ്റു n വേസ് ആണ്. m ഇൻറ്റു n വേസ് ആണ്. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് എ ജേർണി ഫ്രം മുംബൈ ടു കൊൽക്കത്ത ക്യാൻ ബി പെർഫോം ഇൻ 4 ways. നമുക്ക് മുംബൈയിൽ നിന്ന് കൽക്കട്ടയ്ക്ക് 4 തരത്തിൽ പോകാം. അതുപോലെ തന്നെ തിരിച്ച് കൊൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് നമുക്ക് 4 തരത്തിൽ വരാമെന്നുണ്ടെങ്കിൽ 4 4 8 മറിച്ച് 4 ഇൻറ്റു 4 16 തരത്തിൽ നമുക്ക് ആ ജേർണി അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നതും കൂടെ കൂട്ടിയിട്ടുള്ള നമ്മുടെ ടോട്ടൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് പോകാമെന്നുള്ളത് 16 തരത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എത്ര അറേഞ്ച്മെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്ര എണ്ണം ചെയ്യാം? 16 ആണ്. സോ അങ്ങോട്ട് 4 തരത്തിലും ഇങ്ങോട്ട് 4 തരത്തിലും വരാമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമ്മൾ പോകുന്നതിൻ്റെ ആ ഒരു ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് 5 or 6 കേസസ് ആണ് പെർമ്യൂട്ടേഷനിൽ പഠിക്കാനുള്ളത്. അതായത് നമ്മൾ റൂൾസ് ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഓരോ കേസും നമ്മൾ ഫോർമുലയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന വേസിൽ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കേസ് 1, the permutation of n dissimilar things taken all at a time is n factorial. ഇപ്പോൾ നമുക്ക് 3 ഒബ്ജക്ട്സ് ഉണ്ട്, n 3 ആണ്. ആ 3 നമ്മൾ ഒന്നിച്ചെടുക്കുകയാണ്. അതായത് നമ്മുടെ 6ഉം n-ഉം 3 ആണെന്ന് വിചാരിക്കുക. 3 ഒബ്ജക്ട്സ് ഉണ്ട്, n 3 ആണ്. നമ്മൾ 3 ഒബ്ജക്ട്സും ഒരേ സമയത്ത് എടുത്തിട്ട് എത്ര അറേഞ്ച്മെൻറ്റ്സ് പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ n-ഉം 6ഉം ഈക്വൽ ആവുന്ന കേസ്, അതാണ് ഒന്നാമത്തെ കേസ്. ദ പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിസിമിലർ തിങ്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം. ഡിസിമിലർ തിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എ ബി സി, എയും ബിയും സിയും എന്താ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണ് അല്ലേ. 2 എ സി എന്നല്ല പറഞ്ഞേക്കുന്നത്, എ ബി എന്നല്ല പറഞ്ഞേക്കുന്നത്. അതായത് എല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഡിസ്സിമിലർ ആയിട്ടുള്ള n ഒബ്ജക്ട്സിൽ എല്ലാ ഒബ്ജക്ട്സും ഒരേ സമയത്ത് എടുത്തിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് n ഫാക്ടോറിയൽ. അവിടെ നമ്മൾ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്താലും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. ബട്ട് അതിൻ്റെ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഈസി വേ എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ആണ്. n ഫാക്ടോറിയൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ഒബ്ജക്ട്സ് ഉണ്ട്, എ ബി ആൻഡ് സി. ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ആർ 3 ലെറ്റേഴ്സ് എ ബി ആൻഡ് സി ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഈസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കാണാനായിട്ട് നമ്മൾ സിമ്പിളി എന്ത് ചെയ്താൽ മതി? 3 ഫാക്ടോറിയൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വേറൊരു തരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ എങ്ങനെയാണ്? 3 ഫാക്ടോറിയൽ ബൈ എന്താണ് നമുക്ക് എന്താ വരിക? n മൈനസ് ആർ. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ഫാക്ടോറിയൽ ചെയ്താൽ മതി.
ഇവിടെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഹൗ മെനി അറേഞ്ച്മെൻറ്റ്സ് ആർ പോസിബിൾ വിത്ത് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സൺഡേ. സൺഡേ എന്ന് പറയുന്ന വാക്കിലെ ലെറ്റേഴ്സ് വെച്ചിട്ട് SUNDAY ഈ 6 ലെറ്റേഴ്സ് വെച്ചിട്ട് എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആയിരിക്കും. ഇപ്പം നമ്മൾ നോക്കേണ്ട കാര്യം സൺഡേ എന്ന് പറയുന്നതിനകത്ത് എല്ലാ ലെറ്റേഴ്സും ഡിഫറൻ്റ് ആണ്, ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. സോ ദീസ് ആർ ഡിസിമിലർ, ഒന്നും ഒരേപോലെ ഉള്ളതല്ല, അതുകൊണ്ടാണ് ഡിസിമിലർ എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഡിസിമിലർ ആയിരിക്കണം, എല്ലാം ഒരേ സമയം നമ്മൾ എടുത്തിട്ടും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ 6 ഒബ്ജക്ട്സ് ഉണ്ട്, 6 നമ്മൾ എടുക്കുന്നു. സോ NBR ഈക്വൽ ടു N ഫാക്ടോറിയൽ. N ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് 6 ഫാക്ടോറിയലാണ്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 × 5 × 4 × 3 × 2 × 1. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 720. അപ്പോൾ നമുക്ക് സൺഡേ എന്ന് പറയുന്ന വാക്കിലെ 6 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 720 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് പോസിബിളാണ്. 720 ടൈപ്പിൽ നമുക്കത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ അനദർ ക്വസ്റ്റ്യൻ, ഹൗ മെനി അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡ്രോട്ട്. ഡ്രോട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡിലെ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിളാണ്? ഹൗ മെനി അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് വെയർ ഇൻ ദ 2 വവൽസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. അപ്പോൾ ഈ നമുക്കറിയാം ഡ്രോട്ട് എന്ന് പറയുന്ന വാക്കിനകത്ത് നമുക്ക് എയും യുയും എന്താണ്? വവൽസ് ആണ്. ഏതൊക്കെയാണ് വവൽസ്? AEIOU അല്ലേ? അപ്പോൾ എയും യുവും നമ്മുടെ വവൽസ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. സോ നമുക്ക് എന്താണ്? 7 വാക്കുകളുണ്ട്. നമ്മൾ അതിനകത്ത് ഒന്നും സെപ്പറേറ്റ് ചെയ്യാതെ, എയും യുവും സെപ്പറേറ്റ് ചെയ്യാതെ നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റ്സ് പറ്റുമെന്ന് എഴുതി. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ 7 വാക്ക് നമ്മൾ എടുക്കുവാണ് അല്ലേ? സോ 7 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു 7 × 6 × 5 × 4 × 3 × 2 × 1 ദാറ്റ് ഈസ് 5040. നമ്മളത് ഒറിജിനൽ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ. ഇപ്പോൾ N ഫാക്ടോറിയൽ 7 ആണ്. N - R എന്ന് പറയുമ്പോഴത്തേക്കും 7 - 7 ദാറ്റ് ഈസ് 0. 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1. സോ ഡിവൈഡ് ബൈ 1 മീൻസ് ദ സെയിം, ദാറ്റ് ഈസ് 7 ഫാക്ടോറിയൽ ബൈ 1 എന്ന് വരും. ദാറ്റ് ഈസ് സെയിം. ഇനി നമുക്ക് ഈ എയും യുവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. എയും യുയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞൊരു ജനറൽ ടൂൾ ഉണ്ടല്ലോ, അവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്ത് കേസിൽ നമ്മൾ പറയുന്ന ഒരു റൂൾ ഉണ്ടല്ലോ. അതായത് നമുക്ക് മൊത്തമുള്ള 7 ലെറ്റേഴ്സിൽ 2 എണ്ണം വവൽസ് ആണ്, എയും യുയും. അപ്പോൾ ആ 2 എണ്ണം മാറ്റുമ്പോൾ 5 അല്ലേ? സോറി, മൊത്തം 7 വേർഡ്സ് ഉണ്ട്, അതിൽ നമ്മൾ 2 എണ്ണം മാറ്റുന്നു. സോ അതിന് നമ്മൾ ഒന്നായിട്ട് എടുക്കുന്നു. എയുനെയും യുവിനെയും നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഒന്നായിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് വവൽസ്. ഓക്കെ, സോ ദർ ആർ 6 റിമൈനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് 2 vowels and you are taken together then it will be considered as a group. അതിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. സോ ഒരു ഗ്രൂപ്പ് അങ്ങ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയുണ്ട്? 6 ഉണ്ട്. സോ ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ. ഇനി നമ്മൾ ഒന്നിച്ചെടുത്ത A and U എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 2 തരത്തിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. AU എന്നും UA എന്നും അറേഞ്ച് ചെയ്യാം. 2 തരത്തിൽ അറേഞ്ച് ചെയ്യാന്നുള്ളത് ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ വേസ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നേരെ മറിച്ച് 5 × 2 5 × 1 ഒന്നും അല്ല. എങ്ങനെയാണ് നമ്മൾ എടുക്കുക? 6 ആയിട്ട് എടുക്കുക. അതായത് ഒരു ഗ്രൂപ്പിനെ മാറ്റി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ട്. സോ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നാണ് അത് ചെയ്യേണ്ടത്. അടുത്ത കേസ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് N ഡിസിമിലർ തിങ്സ് ടേക്കൺ R അറ്റ് എ ടൈം. നമ്മൾ ആദ്യം എപ്പോഴും പഠിക്കുന്നതാണ്. ഡിസിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് തന്നെയാണ് ഇവിടെ, ഒന്നും സെയിം അല്ല. ദെൻ അതിൽ N ഒബ്ജക്ട്സ് ഉള്ളതിൽ 6 ഒബ്ജക്ട്സ് നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഇസ് NBR ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ. സോ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A, B and C നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന ഫോർമുലയാണ് A, B and C. അതിൽ നമ്മൾ 2 എണ്ണം വീതം എടുക്കുന്നു. ഇനി 2 ലെറ്റേഴ്സ് ഔട്ട് ഓഫ് 3 ലെറ്റേഴ്സ് A, B and C എന്നുള്ള 3 ലെറ്റേഴ്സിൽ 2 ലെറ്റേഴ്സ് എടുക്കുകയാണ്. സോ 2 ലെറ്റേഴ്സ് മാത്രം എടുക്കുമ്പോൾ N 3യും R നമ്മുടെ 2 ആയിട്ട് വരുന്നു. സോ N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ബൈ 3 - 2 ഫാക്ടോറിയൽ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 6 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. സോ 6 ആണ് നമ്മുടെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ ഹൗ മെനി 3-letter വേർഡ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സൺഡേ. ഓക്കെ, സൺഡേ എന്ന് പറയുന്ന ലെറ്ററോട് നമുക്ക് എത്ര? 3-letter വേർഡ്സ് 3 ആണ്. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ നമ്മൾ 3 മാത്രം എടുക്കുന്നു. സോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 6 ഫാക്ടോറിയൽ ബൈ 6 - 3 ഫാക്ടോറിയൽ. 6 ആണ് നമ്മുടെ N, R എന്ന് പറയുന്നത് 3 ആണ്. സോ NBR എന്ന് പറയുന്നത് 6p3 എന്ന് വരുന്നു. ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ബൈ 6 - 3 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 വേർഡ്സ്. 120 ടൈപ്സിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. So another question, how many numbers can be formed by taking 3 digits at a time out of 1, 3, 5, 7 and 9? അപ്പോൾ നമുക്ക് 1, 3, 5, 7 and 9 എന്ന് നമുക്കിവിടെ 5 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ 3 ഡിജിറ്റ്സ് മാത്രം എടുത്തിട്ട്
നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്തൊരു കണ്ടീഷൻ കൂടെ പറയുന്നത് നോ ഡിജിറ്റ് ബീങ് റിപ്പീറ്റഡ് ഇൻ ദ സെയിം നമ്പർ. അപ്പോൾ ആ നമ്പറിനകത്തൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. നമ്മൾ 3 ഡിജിറ്റ്സ് എടുക്കുന്നു, 1 3 5 7. അപ്പോൾ അതിനകത്ത് 3 ഡിജിറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് 1 1 1 എഴുതാൻ പറ്റില്ല, ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് n എത്രയാണ്? 5 ആണ്. നമ്മൾ എത്ര ഡിജിറ്റ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ആണ്. സോ 5p3 എന്ന് വരും. 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഇനി നമ്മൾ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം വെൻ n1 ഓഫ് ദം ആർ എക്സാക്ട്ലി alike ആൻഡ് n2 ഓഫ് ദം ആർ എക്സാക്ട്ലി alike ഓൺ അനദർ കൈൻഡ്. അതായത് നമ്മളിപ്പോൾ n ഒബ്ജക്ട്സ് എടുക്കുന്നു, നമുക്കൊരു 10 ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ ഒരു 2-3 ഒരേപോലെയാണ്, പിന്നെ വേറൊരു 2 വേറൊരു തരത്തിൽ ഒരേപോലെയാണ്, പിന്നെ ഒരു 2-3 വേറൊരു തരത്തിൽ ഒരുപോലെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ ഫോമുല എങ്ങനെ വരും? n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് ആ കേസിലെ ഫോമുല. അതിന് എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അസാസിനേഷൻ. ഈ അസാസിനേഷൻ എന്ന് പറയുന്ന വാക്ക് ഇതിനകത്ത് കുറേ സിമിലർ വേർഡ്സ് ഉണ്ട് അല്ലേ? എ പലതവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ടി ഉണ്ട്, ഒ ഉണ്ട്. ഇതെല്ലാം വേറെ വേറെ ടൈപ്സ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിലെ പോലെ ഡിസിമിലർ അല്ല, മിക്ക വേർഡ്സും മിക്ക ലെറ്റേഴ്സും എന്താണ്? സിമിലർ ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് n13 ആണ്. പക്ഷേ ഇവിടെ എ 3 തവണ വരുന്നുണ്ട്, എസ് 4 തവണ വരുന്നുണ്ട് അല്ലേ? ഐ 1 തവണയുണ്ട്, എൻ 2 തവണയുണ്ട്, ടി 1 തവണയുണ്ട്, ഒ 1 തവണയുണ്ട്. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട് നോക്കിയേ. സോ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ. ഈ എ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? n1 ഫാക്ടോറിയൽ എടുക്കുക. ഓക്കെ, n2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എസിൻ്റെ നമ്പറാണ്, n3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഐയുടെ നമ്പറാണ്. അപ്പം ഇതെല്ലാം ഓരോ ടൈപ്പായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഓക്കെ, എ 3 ഉണ്ട്, എസ് 4 ഉണ്ട്, ഐ 2 ഉണ്ട്, n 2 ഉണ്ട്, ടിയും ഒയും ഓരോന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് n എന്ന് പറയുന്നത് 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് നമ്മളിവിടെ എഴുതി വെക്കുക. ഓരോന്നും ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ എഴുതുക. സിമിലർ ആയിട്ടുള്ളതിനെല്ലാം നമ്മൾ എത്ര നമ്പർ സിമിലർ ഉണ്ടെന്ന് നമ്മൾ എഴുതി എടുത്തിട്ട് അതിനെ ഡിവൈഡ് വിത്ത് ദാറ്റ് നമ്പർ ഓഫ് ഫാക്ടോറിയൽസ്. ഓക്കെ, അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് 10,81,800 എന്നോ മറ്റുമാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു വേർഡ് തന്നിട്ടുണ്ട്, മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ വേർഡിലും നമുക്കറിയാം ഇവിടെ എം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 തവണ, എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 തവണ, n 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ജിയും ഇയും ടിയും, ജി 1 തവണ, ഇ 2 തവണ, ടി 1 തവണയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഗെയിൻ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ റൂൾ ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ 10 നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ്, 10 ലെറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. സോ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എമ്മിൻ്റെ 2, എയുടെ 2, എന്നിൻ്റെ 2 ഫാക്ടോറിയൽ, ജിയുടെ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇയുടെ 2 ഫാക്ടോറിയൽ ഇൻറ്റു ടിയുടെ 1 ഫാക്ടോറിയൽ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ 4ാമത്തെ കേസ് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസ് വേറെ പർട്ടിക്കുലർ ഐറ്റംസ് ടു ബി ഇൻ എ സ്പെസിഫൈഡ് പ്ലേസ്. അതായത് വിത്ത് റെസ്ട്രിക്ഷൻ. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യാം, പക്ഷേ നമ്മളോട് പറയുകയാണ് ഇന്ന ഐറ്റം ഇന്ന പ്ലേസിൽ തന്നെ വരണം. ഇപ്പോൾ എ ബി നമ്മൾ എഴുതുമ്പോൾ എ എപ്പോഴും ഒന്നാമത് തന്നെ വരണം. എ ബി സി എന്ന് പറഞ്ഞ് 3 ഒബ്ജക്ട്സ് ഉണ്ട്, പക്ഷേ എപ്പോഴും എയുടെ പ്ലേസ് എവിടെ ആയിരിക്കണം? ഒന്നാമതായിരിക്കണം. അതായത് എ ബി സി എന്ന് എഴുതാം, എ സി ബി എന്ന് എഴുതാം എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റായിട്ട് പറയുന്ന കേസിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. സോ സംടൈംസ് സം പ്ലേസസ് ആർ ഫിൽഡ് ഇൻ എ സർട്ടൺ നമ്പർ ഓഫ് വേസ് ആൻഡ് ദ റിമൈനിങ് പ്ലേസസ് ആർ ഫിൽഡ് ഇൻ സം അതർ നമ്പർ ഓഫ് വേസ്. അപ്പം ചില കാര്യങ്ങൾ ഇന്ന ഓർഡറിൽ തന്നെ ചെയ്യണം, ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ നോക്കുക. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് കൊച്ചി വിച്ച് വിൽ ബിഗിൻ വിത്ത് കെ. കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് നമുക്കിവിടെ ഫോം ചെയ്യാൻ പറ്റും? കൊച്ചി എന്ന് പറയുന്ന വാക്കിലുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും? പക്ഷെ അവിടെ ഒരു കണ്ടീഷനുണ്ട്, ദാറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് കെ. കെയിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ നമുക്കറിയാം കൊച്ചി എന്ന് പറയുന്ന വാക്കിനകത്ത് 5 ലെറ്റേഴ്സ് ഉണ്ട്, 5 ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് കൊച്ചി. ഫസ്റ്റ് പ്ലേസ് ഈസ് ഫിൽഡ് ഇൻ ബൈ 1 ഓപ്പറേഷൻ ആൻഡ് ദ അതർ പ്ലേസസ് ആർ ഫിൽഡ് ഇൻ ബൈ അനദർ ഓപ്പറേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ കൊൽക്കട്ടയ്ക്കും മുംബൈക്കും പോകുന്ന നമ്മൾ 4x4 വേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് പറയുന്ന പോലെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. സോ കെ ഓക്യുപ്പൈസ് ദ ഫസ്റ്റ് പ്ലേസ്. കെ എപ്പോഴും ഒന്നാമതായിരിക്കണം. സോ ദിസ് ക്യാൻ ബി ഡൺ ഇൻ ഓൺലി 1 വേ. അത് നമുക്ക് ഒരു തരത്തിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പ്രത്യേകിച്ച് വേറൊരു അറേഞ്ച്മെൻറ്റും ഇല്ല. കെ എപ്പോഴും ഒന്നാമതാണ്, ദാറ്റ് ഈസ് 1.
ഓക്കെ, സോ ദ റിമൈനിങ് 4 ലെറ്റേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 4 വേസ്. ബാക്കിയുള്ള 4 ലെറ്റേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നാലിനെ നമ്മൾ എന്താണ് 4 ലെറ്റേഴ്സും എടുത്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. അത് നമ്മുടെ കേസ് 1 ആണ്. സോ ഡിസിമിലർ ആണ്. 4 ഒബ്ജക്ട്സ് ഉണ്ട്. 4നെയും നമ്മൾ ഒരേ സമയത്ത് എടുത്തിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് 4 ഫാക്ടോറിയലാണ്. ഓക്കെ, സോ 1 ഇൻറ്റു ദ 2 ഓപ്പറേഷൻസ് ടുഗദർ ക്യാൻ ബി പെർഫോംഡ് ഇൻ 1 ഇൻറ്റു 4 ഫാക്ടോറിയൽ വേസ്. 1 ഇൻറ്റു 4 ഫാക്ടോറിയൽ വേസ്. സോ എത്ര വരും? 1 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, ദാറ്റ് ഈസ് 24. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ ഓപ്പറേഷനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കി എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടെന്ന് നോക്കുക, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മുടെ കേസ് എന്ന് പറയുന്നത് സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണ്. അതായത് നമ്മളൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ സർക്കിളിക്കലായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ദ നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം ഈസ് n-1 ഫാക്ടോറിയൽ. നമുക്കിപ്പം നമ്മുടെ ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. ആ 5 കുട്ടികളെ നമുക്കൊരു ടേബിളിന് ചുറ്റിലായിട്ട് ഇരുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, 5 പേരുണ്ട്, 5 പേരെയും കൂടി നമ്മൾ ഇരുത്താം. അതിനകത്ത് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, 50 പേരെയും കൂടെ നിങ്ങൾ വട്ടത്തിൽ ഇരുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 50 - 1 ഫാക്ടോറിയൽ, അതായത് 49 ഫാക്ടോറിയൽ. അതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ? അതായത് നമുക്കിപ്പം എല്ലാവരും എടുത്തിട്ട് സൈക്കിളിക്കലായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടോ അതിൽ നിന്ന് 1 കുറയ്ക്കുക, ദെൻ അതിൻ്റെ ഫാക്ടോറിയൽ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഹൗ മെനി വേസ് 5 ടീച്ചേഴ്സ് ബി സീറ്റഡ് അറൗണ്ട് എ ടേബിൾ. ഒരു ടേബിളിൽ ചുറ്റിലും 5 ടീച്ചേഴ്സിനെ എങ്ങനെ റൗണ്ടായിട്ട് ഇരിക്കാൻ പറ്റും? അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 5 - 1 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. ഓക്കെ, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് സിമ്പിൾ. നമ്മളവിടെ എല്ലാവരെയും എടുക്കുക. സർക്കുലർ അറേഞ്ച്മെൻറ്റ് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആരെയും മാറ്റി നിർത്തുന്നില്ല. നമ്മൾ അതിനകത്ത് എല്ലാവരെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 5 - 1 ഫാക്ടോറിയൽ. എത്ര നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടോ ദെൻ ദാറ്റ് ഈസ് -1 ഫാക്ടോറിയൽ. ദെൻ നമ്മുടെ ലാസ്റ്റ് കേസാണ് കേസ് 6, പെർമ്യൂട്ടേഷൻ വിത്ത് റിപ്പീറ്റേഷൻ ഓർ വിത്ത് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? റിപ്പീറ്റായിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് വെച്ചിട്ട് എന്തെങ്കിലും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. The number of permutations of n different objects taken are at a time when each object may be repeated any number of times in any arrangement is n⁻⁴. അതായത് ഈച്ച് ഒബ്ജക്റ്റ് മേ ബി റിപ്പീറ്റഡ്. നമുക്ക് ഓരോ ഐറ്റം എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC എന്ന് പറഞ്ഞ് നമുക്ക് 3 ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ് 3 അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ 3 തവണ തന്നെ റിപ്പീറ്റ് ചെയ്യണം. A അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേസ് നമ്മൾ n⁻⁴ ആണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇഫ് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 5, 6, 7, 8 and 9. 5, 6, 7, 8, 9 എന്ന് പറയുന്ന ഡിജിറ്റ്സിൽ നിന്ന് നമുക്ക് എത്ര 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ഉണ്ടാക്കാമെന്നാണ് ചോദിക്കുക. വെൻ ദ ഡിജിറ്റ്സ് മേ ബി റിപ്പീറ്റഡ്. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റ്സ് പറ്റും? ഈ കേസിൽ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാമെന്നൊരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫോമുല യൂസ് ചെയ്യണം? n⁻⁴. അപ്പോൾ നമുക്കറിയാം 3 ഡിജിറ്റ്സ് നമ്പേഴ്സാണ് ഉണ്ടാക്കേണ്ടത്. സോ r എന്ന് പറയുന്നത് 3 ആണ്, n എന്ന് പറയുന്നത് 5 ആണ്. സോ 5⁻3. ഇവിടെ നമുക്ക് ഫാക്ടോറിയൽ ഇല്ല. 5⁻3 n⁻⁴. ഓക്കെ, സോ 5⁻3 5 × 5 × 5 ദാറ്റ് ഈസ് 125. സോ ഇത്രയും കേസസ് ആണ് നമുക്കുള്ള 6 ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുക. ആ 6 കേസസ് നിങ്ങൾ മനസ്സിരുത്തി പഠിക്കുക. നമ്മൾ നാളെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ ദെൻ.